ഇത് കണ്ടോ, നമ്മൾ വൈറ്റ് നാടൻ റോസാണ് കേട്ടോ. ഇത് ബഞ്ചായിട്ട് ഫ്ലവർ ചെയ്യുന്ന റോസാണിത്. ഇപ്പോൾ ഇതിൻ്റെ കോല ഇങ്ങനെയാണ് കേട്ടോ. പുതിയ ഷൂട്ടൊക്കെ വന്നിട്ട് അതിൽ നന്നായിട്ട് മുട്ടൊക്കെ ഉണ്ടായതാണ്. ഇത് വലിയ തിരക്കടിയില്ല, എന്നാലും ഇപ്പോൾ കണ്ടോ, ഈ ഫോട്ടോ കണ്ടോ, ഇതുപോലായിരുന്നു ഇതിന്മേൽ ഫ്ലവർ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. വാങ്ങിച്ചപ്പോഴും അതിന് ശേഷം നന്നായിട്ട് ഫ്ലവർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊരു പ്രതിവിധി വേണമല്ലോ. അപ്പോൾ നമ്മൾക്കൊരു പ്രതിവിധി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്, അതിൽ ഒരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൂ. പിന്നെ ഇതിൽ കണ്ടോ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ട് കേട്ടോ. അതിനിടയിൽ ഇങ്ങനെ തേനീച്ചകൾ ഇങ്ങനെ തേൻ കുടിക്കാനൊക്കെ വരുന്നുണ്ട്. പുഴുക്കളൊക്കെ ഉണ്ട്. അതൊക്കെ കട്ട് ചെയ്ത് നമ്മൾ സാഫൊക്കെ അടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്തൊരു പ്ലാന്റാണ് ഇത് കേട്ടോ. നന്നായിട്ട് നല്ല ഇലക്ക് വലിയ തിരക്കടൊന്നും ഇല്ലാണ്ട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ മഴ കഴിഞ്ഞപ്പോൾ ഉഷാറായി വരാൻ ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ ഇതിൽ മുട്ടത്തോടും ചായപ്പൊടിയും അതുപോലെ സവാളയുടെ തോലുമാണ് ഉള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരച്ചെടുത്തിട്ട് വെള്ളം മിക്സ് ചെയ്ത്, ഇന്ന അളവൊന്നുമില്ല, നമുക്ക് എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ അതിനനുസരിച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മാറ്റം കിട്ടും, നല്ല വലിയ ഫ്ലവറും കിട്ടും കേട്ടോ. ഞാനിപ്പോൾ വാങ്ങിച്ചു വെച്ച റോസിൽ വാങ്ങിച്ചപ്പോൾ ഈ റോസൊക്കെ ഇത്തിരി കൂടെ വലിപ്പം ഉണ്ടായിരുന്നു, പക്ഷെ ഇത്തിരി വലിപ്പം കുറവാണ്. അപ്പോൾ ഇനി അടുത്ത വരെ വലിപ്പം ഉണ്ടാവുമോ നോക്കാമല്ലോ. അത്രേ ഉള്ളൂ. താങ്ക് യു.